Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിം ഈസ് മിഷേൽ. എൻ്റെ പേര് മിഷേൽ എന്നാണ്. ഐ ആം 82 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 82 വയസ്സാണ് പ്രായം. ഐ ആം എൻ ഓൾഡ് വുമൺ നൗ. ഞാൻ ഇപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീയാണ്. മൈ ഹെയർ ഈസ് ഗ്രേ. എൻ്റെ മുടി നരച്ചിരിക്കുന്നു. മൈ ഫേസ് ഫുൾ ഓഫ് ലൈൻസ്. എൻ്റെ മുഖം മുഴുവൻ ചുളിവുകൾ വന്നിരിക്കുന്നു. എൻ്റെ മുഖത്ത് ധാരാളം ചുളിവുകളുണ്ട്. മൈ ബോഡി മൂവ്സ് സ്ലോലി. എൻ്റെ ശരീരം ചലിക്കുന്നത് സാവധാനത്തിലാണ്. ബട്ട് എന്നാൽ ഐ സ്റ്റിൽ റിമെമ്പർ മൈ ഏർലി ഡേയ്സ്. ഞാൻ ഇപ്പോഴും എൻ്റെ മുൻകാലങ്ങൾ ഓർമ്മിക്കാറുണ്ട്. ദോസ് ഡേയ്സ് വേർ ഹാർഡ്. ആ ദിവസങ്ങൾ മുൻകാലങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പക്ഷേ ദേ ടോട്ട് മീ മെനി തിങ്സ്. ആ കഴിഞ്ഞു പോയ എൻ്റെ ദിവസങ്ങൾ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ടീച്ച് എന്നാൽ പഠിപ്പിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ടോട്ട്. മെനി തിങ്സ് എന്നാൽ ഒരുപാട് കാര്യങ്ങൾ. ഐ വർക്ക്ഡ് ഹാർഡ് ഓൾ മൈ ലൈഫ്. ഞാൻ കഠിനമായി ജോലി ചെയ്തിട്ടുണ്ട്. ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് മണി. ഇപ്പോൾ എൻ്റെ പക്കൽ ഒരുപാട് പണമുണ്ട്. ഐ ഓൺ എ ബിഗ് കമ്പനി. എനിക്ക് ഒരു വലിയ കമ്പനിയുണ്ട്. എന്നാൽ ഐ ആം നോട്ട് ഹാപ്പി. ഞാൻ സന്തോഷവതിയല്ല. ഐ ലിവ് അലോൺ ഇൻ എ ബിഗ് ഹൗസ്. ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. ഇൻ എ ബിഗ് ഹൗസ്. ഒരു വലിയ വീട്ടിൽ ഞാൻ തനിച്ചാണ് ജീവിക്കുന്നത്. മൈ ഫാമിലി സ്മൈൽസ് അറ്റ് മീ. എൻ്റെ കുടുംബം എന്നോട് പുഞ്ചിരിക്കുന്നു. ബട്ട് ദെയർ ഐസ് ആർ കോൾഡ്. അവരുടെ കണ്ണുകളിൽ സ്നേഹമോ കരുണയോ ഇല്ല. ഇതാണ് അർത്ഥം. ദേ ഡു നോട്ട് ലവ് മീ. അവർ എന്നെ സ്നേഹിക്കുന്നില്ല. ദേ വെയിറ്റ് ഫോർ മൈ ഡെത്ത്. അവർ എൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. എവറി ഡേ ഐ സിറ്റ് ഇൻ മൈ ചെയർ ബൈ ദ വിൻഡോ. ഓരോ ദിവസവും ഞാൻ ഇരിക്കുന്നു. ഇൻ മൈ ചെയർ. എൻ്റെ കസേരയിൽ ഞാൻ ഇരിക്കുന്നു. ബൈ ദ വിൻഡോ. ജനലിൻ്റെ അടുത്തായിട്ട് ഓരോ ദിവസവും ഞാൻ എൻ്റെ കസേരയിൽ ഇരിക്കുന്നു. ഐ വാച്ച് മൈ സൺ ആൻഡ് ഡോട്ടർ. എൻ്റെ മകളെയും മകനെയും ഞാൻ നിരീക്ഷിക്കുന്നു. ദേ സ്റ്റാൻഡ് ഇൻ ദ ഗാർഡൻ. അവർ പൂന്തോട്ടത്തിൽ നിൽക്കുന്നു. ദേ ലുക്ക് അറ്റ് മൈ എക്സ്പെൻസീവ് കാർസ്. അവർ എൻ്റെ വിലപിടിപ്പുള്ള കാറുകളിലേക്ക് നോക്കുന്നു. ദേ ടോക്ക് അബൌട്ട് മൈ വിൽ എന്നാൽ ഇവിടെ അർത്ഥം വിൽപത്രം എന്നുള്ള അർത്ഥം. അവർ എൻ്റെ വിൽപത്രത്തെപ്പറ്റി സംസാരിക്കുന്നു. ദേ വാണ്ട് ഓൾ ഓഫ് മൈ മണി. അവർക്ക് എൻ്റെ പണം മുഴുവൻ വേണം. ദേ തിങ്ക്. അവർ വിചാരിക്കുന്നു. ഐ ഡു നോട്ട് ഹിയർ ദം. അവർ വിചാരിക്കുന്നു ഞാൻ അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്ന്. ഹിയർ എന്നാൽ കേൾക്കുക. എന്നാൽ ഐ ഹിയർ എവരി വേർഡ്. എന്നാൽ ഞാൻ ഓരോ വാക്കുകളും കേൾക്കുന്നു. മൈ സൺ സെഡ്. എൻ്റെ മകൻ പറഞ്ഞു. മദർ ഈസ് വെരി ഓൾഡ്. അമ്മക്ക് വളരെ അധികം പ്രായമായിട്ടുണ്ട്. ഷീ ഈസ് വീക്ക്. അവൾ ക്ഷീണിതയാണ്. ഷീ വിൽ ഡൈ സൂൺ. അമ്മ പെട്ടെന്ന് മരണപ്പെടും. ദെൻ വി വിൽ ബി റിച്ച്. പിന്നീട് നമ്മൾ ധനികരാവും. ഹിസ് വേർഡ്സ് ബ്രോക്ക് മൈ ഹാർട്ട്. അവൻ്റെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. ഇറ്റ് ഹേർട്സ് വെൻ എ സൺ സേസ് ദിസ്. ഇത് പറയുന്ന കാര്യങ്ങൾ വേദനിപ്പിക്കുന്നു. വെൻ എ സൺ സേസ് ദിസ്. ഒരു മകൻ അത് പറയുമ്പോൾ വേദനിപ്പിക്കുന്നു. ഐ വാണ്ടഡ് ടു ക്രൈ. എനിക്ക് കരയണമായിരുന്നു. എന്നാൽ ഐ സ്റ്റേഡ് ക്വയറ്റ്. ഞാൻ ശാന്തമായിരുന്നു. ഐ തോട്ട്. ഞാൻ കരുതി. ഓൺലി വൺ പേഴ്സൺ ഈസ് കൈൻഡ് ടു മീ. ഒരു വ്യക്തിക്ക് മാത്രമാണ് എന്നോട് അനുകമ്പയുള്ളത് എന്ന് ഞാൻ കരുതി. ഹെർ നെയിം ഈസ് ലിദിയ. അവളുടെ പേര് ലിദിയ എന്നാണ്. ഷീ ഈസ് മൈ ഗ്രാൻഡ് ഡോട്ടർ. അവൾ എൻ്റെ പേരമകളാണ്. ഷീ വിസിറ്റ്സ് മീ. അവൾ എന്നെ സന്ദർശിക്കുന്നു. എവറി ഫ്രൈഡേ ആൻഡ് സൺഡേ. എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അവൾ എന്നെ സന്ദർശിക്കാറുണ്ട്. ഷീ ഡസ് നോട്ട് ആസ്ക് ഫോർ മണി. അവൾ പണം ചോദിക്കാറില്ല. ഷീ ഡസ് നോട്ട് കെയർ അബൌട്ട് മൈ കാർസ്. അവൾ എൻ്റെ കാറുകളെപ്പറ്റി ചിന്തിക്കാറില്ല. ഷീ സിറ്റ്സ് ബിസൈഡ് മൈ ബെഡ്. അവൾ എൻ്റെ ബെഡിൻ്റെ അടുത്ത് ഇരിക്കാറുണ്ട്. ബിസൈഡ് എന്നാൽ അരികെ. ഷീ റീഡ്സ് ടു മീ. അവൾ എനിക്ക് വായിച്ചു തരാറുണ്ട്.
ബട്ട് മൈ ഡോട്ടർ ഹെയ്റ്റ്സ് ലിതിയ. പക്ഷേ എൻ്റെ മകൾ ലിതിയയെ വെറുക്കുന്നു. ഹെയ്റ്റ്സ് എന്നാൽ വെറുക്കുന്നു. ഷീ കംസ് ടു മൈ റൂം ഓഫൺ. അവൾ പലപ്പോഴും എൻ്റെ റൂമിൽ വരാറുണ്ട്. ഹെർ ഫേസ് ഈസ് ആംഗ്രി. അവളുടെ മുഖം ദേഷ്യത്തിലാണ്. ഷീ വാണ്ട്സ് ലിതിയ ഗോൺ. അവൾക്ക് ലിതിയ പോകണം. ലിതിയ പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. എൻ്റെ മകൾ ഇടയ്ക്കിടെ എൻ്റെ റൂമിൽ വരാറുണ്ട്. അവളുടെ മുഖം ദേഷ്യത്തിലാണ്. ഷീ സേസ് ലിതിയ ഈസ് പ്രിറ്റൻഡിങ്. പ്രിറ്റൻഡ് എന്നാൽ അഭിനയിക്കുക എന്നുള്ള അർത്ഥം. അവൾ പറയുന്നു ലിതിയ അഭിനയിക്കുകയാണെന്ന്. ഷീ സേസ് ലിതിയ വാണ്ട്സ് മൈ മണി. അവൾ പറയുന്നു ലിതിയക്ക് എൻ്റെ പണം വേണമെന്ന്. അവൾ വേഷം അഭിനയിക്കുകയാണ്, കപടഭാവം നടിക്കുകയാണെന്ന് മകൾ പറയുന്നു. മൈ ഡോട്ടർ സെഡ്. എൻ്റെ മകൾ പറഞ്ഞു, മദർ അമ്മേ, പ്ലീസ് ബി കെയർഫുൾ. ജാഗ്രതയുള്ളവളായിരിക്കുക. ഡു നോട്ട് ട്രസ്റ്റ് ലിതിയ. ലിതിയയെ വിശ്വസിക്കരുത്. ഐ ഡിഡ് നോട്ട് ആൻസർ. ഞാൻ മറുപടി പറഞ്ഞില്ല. ഐ സ്റ്റേയർഡ് അറ്റ് ദ വോൾ. ഞാൻ ചുമരിലേക്ക് മീച്ചു നോക്കി. ഐ വണ്ടേർഡ്. ഞാൻ അമ്പരന്നു. വാസ് ലിതിയ ഗുഡ് ഓർ വാസ് ഷീ ലൈക്ക് ദ അതേഴ്സ് ടു. ലിതിയ നല്ലവളാണോ അതല്ല മറ്റുള്ളവരുടെ പോലെ തന്നെയാണോ എന്ന് ഞാൻ അമ്പരന്നു. ഐ ഹാഡ് ടു നോ ദ ട്രൂത്ത്. എനിക്ക് സത്യം അറിയണമായിരുന്നു. ഐ വാണ്ടഡ് റിയൽ ലവ്. എനിക്ക് യഥാർത്ഥ സ്നേഹം വേണമായിരുന്നു. സോ അതുകൊണ്ട് ഐ മെയ്ഡ് എ റിസ്കി പ്ലാൻ. റിസ്കി പ്ലാൻ എന്നാൽ അപകട സാധ്യതയുള്ള പദ്ധതി. അതുകൊണ്ട് ഞാൻ ഒരു അപകട സാധ്യതയുള്ള പദ്ധതി തയ്യാറാക്കി. ഐ കോൾഡ് എ ഫാമിലി മീറ്റിംഗ്. ഞാൻ ഒരു കുടുംബയോഗം വിളിച്ചു. എവരി വൺ കെയിം. എല്ലാവരും വന്നു. മൈ സൺ. എൻ്റെ മകൻ. മൈ ഡോട്ടർ. എൻ്റെ മകൾ. ആൻഡ് ലിതിയ. ദേ ലുക്ക്ഡ് എക്സൈറ്റഡ്. അവരെ ആവേശഭരിതരായി കാണപ്പെട്ടു. ദേ തോട്ട് ഐ വാസ് ഡൈയിങ്. അവർ കരുതി ഞാൻ മരണപ്പെടുകയാണെന്ന്. ദേ തോട്ട് ഐ വുഡ് ഗിവ് ദം മണി. ദേ തോട്ട് അവർ കരുതി ഐ വുഡ് ഗിവ് ദം മണി. ഞാൻ അവർക്ക് പണം നൽകിയേക്കുമെന്ന് അവർ കരുതി. ഐ സ്റ്റുഡ് അപ്പ് സ്ലോലി. ഞാൻ സാവധാനത്തിൽ എഴുന്നേറ്റു. സ്റ്റുഡ് അപ്പ് എന്നാൽ എഴുന്നേറ്റു. ഐ ലുക്ക്ഡ് അറ്റ് ദെയർ ഫേസസ്. ഞാൻ അവരുടെ മുഖങ്ങളിലേക്ക് നോക്കി. ഐ പുട്ട്. ഞാൻ വച്ചു. മൈ ഹാൻഡ്. എൻ്റെ കൈ. ഓൺ ദ ടേബിൾ. മേശയ്ക്ക് മുകളിൽ എൻ്റെ കൈ ഞാൻ വച്ചു. ഐ പ്രിപ്പേർഡ്. ഞാൻ തയ്യാറായി. ടു ടെൽ എ ബിഗ് ലൈ. ലൈ എന്നാൽ കളവ്. ഒരു വലിയ കളവ് പറയാൻ ഞാൻ തയ്യാറായി. ഐ സെഡ്. ഞാൻ പറഞ്ഞു. ഐ ഹാവ് ടെറിബിൾ ന്യൂസ്. ടെറിബിൾ എന്നാൽ മോശമായ എന്നുള്ള അർത്ഥം. എൻ്റെ പക്കൽ ഒരു മോശമായ വാർത്തയുണ്ട്. ദ കമ്പനി ഈസ് ഇൻ ട്രബിൾ. കമ്പനി പ്രശ്നത്തിലാണ്. ഐ മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു. ഐ ലോസ്റ്റ് ഓൾ മൈ മണി. എനിക്ക് എൻ്റെ എല്ലാ പണവും നഷ്ടമായി. ലോസ്റ്റ് എന്നാൽ നഷ്ടമായി. ദ റൂം ടേൺഡ് സൈലൻറ്റ്. റൂം നിശബ്ദമായി. മൈ ചിൽഡ്രൻ സ്റ്റോപ്ഡ് സ്മൈലിംഗ്. എൻ്റെ കുട്ടികൾ പുഞ്ചിരിക്കുന്നത് നിർത്തി. ദെയർ ഫേസസ് ടേൺഡ് പെയിൽ. പെയിൽ എന്നാൽ വിളറിയ എന്നുള്ള അർത്ഥമാണ്. അവരുടെ മുഖങ്ങൾ വിളറിയതായി മാറി. ദേ വേർ ഷോക്ക്ഡ്. അവർ ഞെട്ടിത്തരിച്ചു. ദേ ഡിഡ് നോട്ട് ബിലീവ് മീ. അവർ എന്നെ വിശ്വസിച്ചില്ല. ഐ സെഡ്. ഞാൻ പറഞ്ഞു. ഐ സോൾഡ് ദിസ് ഹൗസ് യെസ്റ്റർഡേ. സോൾഡ് എന്നാൽ വിറ്റു. ഞാൻ ഇന്നലെ ഈ വീട് വിറ്റു. ഐ മസ്റ്റ് ലീവ് ടുമോറോ. ഞാൻ നാളെ തീർച്ചയായും പോകണം. വീട് ഉപേക്ഷിക്കണം. ഐ ആം പുവർ നൗ. ഞാൻ ഇപ്പോൾ ദരിദ്രയാണ്. ഐ ഓൺലി ഹാവ് മൈ ക്ലോത്ത്സ് ആൻഡ് വൺ സ്മോൾ ബാഗ്. എൻ്റെ പക്കൽ ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എൻ്റെ വസ്ത്രങ്ങളും എൻ്റെ ഈ ചെറിയ ബാഗും മാത്രമേ എൻ്റെ പക്കൽ ഇപ്പോൾ ഉള്ളൂ. മൈ സൺ ജംപ്ഡ് അപ്പ് ഫാസ്റ്റ്. എൻ്റെ മകൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഹിസ് ഫേസ് ടേൺഡ് റെഡ്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഹി ലുക്ക്ഡ് വെരി ആംഗ്രി. അവന് വളരെയധികം ദേഷ്യം പിടിച്ച രൂപത്തിൽ കാണപ്പെട്ടു. ഹി ഡിഡ് നോട്ട് ഹഗ് മീ. ഹഗ് എന്നാൽ കെട്ടിപ്പിടിക്കുക. അവൻ എന്നെ കെട്ടിപ്പിടിച്ചില്ല. ഹി ഡിഡ് നോട്ട് ടച്ച് മീ. അവൻ എന്നെ സ്പർശിച്ചില്ല. ഹി ഓൺലി ഷൗട്ടഡ്. അവൻ ആക്രോശിക്കുക മാത്രം ചെയ്തു. ഹി സെഡ്. അവൻ പറഞ്ഞു. ദിസ് ഈസ് ഇമ്പോസിബിൾ. ഇത് അസാധ്യമാണ്. യു ആർ എ ഫൂൾ. നിങ്ങൾ ഒരു വിഡ്ഢിയാണ്. മദർ. അമ്മേ. ഹൗ ഡിഡ് യു ലൂസ് എവറിത്തിങ്. എല്ലാം എങ്ങനെ നഷ്ടമായി. ലൂസ് എന്നാൽ നഷ്ടമാവുക. നോ വി ഹാവ് നത്തിങ്. ഇപ്പോൾ നമുക്ക് ഒന്നുമില്ല. ഐ ഹേറ്റ് യു. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ദെൻ ഹി വോക്ക്ഡ് ഔട്ട്.
പിന്നീട് അവൻ പുറത്തേക്ക് നടന്നു പോയി ആൻഡ് സ്ലാംഡ് ദ ഡോർ. സ്ലാം എന്നാൽ ശക്തിയായിട്ട് അടക്കുക എന്നുള്ള അർത്ഥമാണ്. അവൻ വാതിൽ ശക്തിയായി അടച്ചു. ദേഷ്യം കൊണ്ട് അവൻ ശക്തിയോടെ വാതിൽ ശബ്ദമുണ്ടാക്കി അടച്ചു. ഐ ടേൺ ടു മൈ ഡോട്ടർ. ഞാൻ എൻ്റെ മകളുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഷീ ലുക്ക്ഡ് അവേ. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾ മറ്റൊരു വശത്തേക്ക് നോക്കി. ഷീ ലുക്ക്ഡ് അവേ. ഷീ ഡു നോട്ട് വാണ്ട് ടു മീറ്റ് മൈ ഐസ്. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഷീ വാസ് ആംഗ്രി ടു. അവളും ദേഷ്യത്തിലായിരുന്നു. ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, ക്യാൻ ഐ ലിവ് വിത്ത് യു? ലിവ് എന്നാൽ ഇവിടെ താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഞാൻ നിൻ്റെ കൂടെ താമസിച്ചോട്ടെ. ഐ ഹാവ് നോവേർ ടു ഗോ. എനിക്ക് ഒരിടത്തും പോകാനില്ല. ഒരു ഇടവും എനിക്ക് പോകാനില്ല. ഐ ആം ഓൾഡ് ആൻഡ് വീക്ക്. എനിക്ക് പ്രായമായി. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ് മീ. എന്നെ സഹായിക്കൂ. ഷീ സ്റ്റെയർഡ് അറ്റ് ഹെർ ഷൂസ്. അവൾ അവളുടെ ചെരുപ്പുകളിലേക്ക് നോക്കി. ഷീ ഡിഡ് നോട്ട് വാണ്ട് മീ. അവൾക്ക് എന്നെ വേണമായിരുന്നില്ല. ബട്ട് അതർ പീപ്പിൾ വേർ വാച്ചിങ്. എന്നാൽ മറ്റുള്ള ആളുകൾ നിരീക്ഷിക്കുകയായിരുന്നു. ഷീ ഹാഡ് ടു സേ യെസ്. അവൾക്ക് അതെ എന്ന് പറയേണ്ടി വന്നു. ഷീ ഹാഡ് ടു എന്നാൽ അവൾക്ക് വേണ്ടി വന്നു എന്നുള്ള അർത്ഥം. സേ യെസ്, അതെ എന്ന് അവൾക്ക് പറയേണ്ടി വന്നു. അവളെ മറ്റുള്ളവർ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് എന്നെ വേണ്ടിയിരുന്നില്ല. ഷീ സെഡ്. അവൾ പറഞ്ഞു, ഫൈൻ മദർ. അതെ, കുഴപ്പമില്ല. യു ക്യാൻ കം. നിങ്ങൾക്ക് വരാം. ബട്ട് പക്ഷേ മൈ ഹൗസ് ഈസ് സ്മോൾ. എൻ്റെ വീട് ചെറുതാണ്. യു കനോട്ട് സ്റ്റേ ലോങ്. നിങ്ങൾക്ക് ഒരുപാട് കാലം അവിടെ താമസിക്കാൻ കഴിയുകയില്ല. ഐ പാക്ക് മൈ സ്മോൾ സ്യൂട്ട് കേസ്. ഞാൻ എൻ്റെ ചെറിയ തുകൽപ്പെട്ടി പാക്ക് ചെയ്തു. ജസ്റ്റ് എ ഫ്യൂ ക്ലോത്ത്സ്. അല്പം വസ്ത്രങ്ങൾ മാത്രം. ദെൻ ഐ വെൻറ്റ് ടു ഹെർ ഹൗസ്. ശേഷം ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. ഇറ്റ് വാസ് സ്മോൾ. അത് ചെറുതായിരുന്നു. ബട്ട് ദിസ് വാസ് പാർട്ട് ഓഫ് മൈ ടെസ്റ്റ്. പക്ഷേ ഇത് എൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. ഐ സ്റ്റേഡ് വിത്ത് മൈ ഡോട്ടർ ഫോർ ഓൺലി 2 days. ഐ സ്റ്റേഡ് വിത്ത് മൈ ഡോട്ടർ. ഞാൻ എൻ്റെ മകളുടെ കൂടെ താമസിച്ചു. ഫോർ ഓൺലി 2 days. വെറും 2 ദിവസങ്ങൾ മാത്രം ഞാൻ എൻ്റെ മകളുടെ കൂടെ താമസിച്ചു. There were terrible days. ആ ദിവസങ്ങൾ വളരെ മോശപ്പെട്ടതായിരുന്നു. മൈ ഡോട്ടർ ഡിഡ് നോട്ട് ടോക്ക് ടു മീ. എൻ്റെ മകൾ എന്നോട് സംസാരിച്ചിരുന്നില്ല. ഷീ നെവർ കുക്ക്ഡ് ഫോർ മീ. അവൾ ഒരിക്കലും എനിക്ക് ഭക്ഷണം പാചകം ചെയ്തു തന്നിരുന്നില്ല. ഷീ നെവർ ഗേവ് മീ മെഡിസിൻ. അവൾ ഒരിക്കലും എനിക്ക് മരുന്ന് നൽകിയിരുന്നില്ല. ഷീ സ്ലാം ഡോർസ് ഓൾ ദ ടൈം. അവൾ എല്ലാ സമയത്തും വാതിലുകൾ ദേഷ്യത്തിൽ അമർത്തിയടച്ചു. ഐ ഫെൽറ്റ് ലൈക്ക് എ ബേർഡൻ. ഐ ഫെൽറ്റ് എനിക്ക് തോന്നി, എനിക്ക് അനുഭവപ്പെട്ടു. ബേർഡൻ എന്നാൽ ഇവിടെ ഭാരം എന്നുള്ള അർത്ഥമാണ്. ഐ ഫെൽറ്റ് ലൈക്ക് എ ബേർഡൻ. ഞാൻ ഒരു ഭാരമായി തോന്നി. ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയുള്ളതായി പോലെ എനിക്ക് തോന്നി. ഐ വാസ് ജസ്റ്റ് അനദർ മൗത്ത് ടു ഫീഡ്. ഞാൻ ഭക്ഷണം നൽകേണ്ട മറ്റൊരു വായ മാത്രമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കുടുംബത്തിനൊരു അധിക ബാധ്യത മാത്രമാണെന്ന് എനിക്ക് തോന്നി. ഫീഡ് എന്നാൽ ഭക്ഷണം നൽകുക, അനദർ എന്നാൽ മറ്റൊരു. ഓൺ ദ 3rd day, 3ാമത്തെ ദിവസം, മൈ ഡോട്ടർ കെയിം ടു മീ. എൻ്റെ മകൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഷീ സ്റ്റുഡ്. അവൾ നിന്നു. ഇൻ ദ ലിവിംഗ് റൂം. അവൾ ലിവിംഗ് റൂമിൽ സ്വീകരണ മുറിയിൽ അവൾ നിന്നു. ഹെർ ഫേസ് വാസ് ടയേർഡ് ആൻഡ് ആംഗ്രി. അവളുടെ മുഖത്ത് ക്ഷീണവും ദേഷ്യവും പ്രകടമായിരുന്നു. ഷീ വാണ്ടഡ് മീ ടു ലീവ് ഹെർ ഹൗസ്. അവൾക്ക് ഞാൻ അവളുടെ വീട് വിട്ടു പോകണമായിരുന്നു. അവളുടെ വീട്ടിൽ നിന്നും അവൾക്ക് ഞാൻ പോകണമായിരുന്നു. ഷീ സെഡ്. അവൾ പറഞ്ഞു, യു കനോട്ട് സ്റ്റേ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കുകയില്ല. മദർ, അമ്മേ. ദിസ് ഹൗസ് ഈസ് ടു സ്മോൾ. ഈ വീട് വളരെ ചെറുതാണ്. വി ഹാവ് നോ റൂം. ഞങ്ങൾക്ക് റൂമില്ല. യു ഈറ്റ് അവർ ഫുഡ്. നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നു. യു കോസ്റ്റസ് മണി. നിങ്ങൾ ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് പണം ചിലവാക്കേണ്ടി വരുന്നു. ഐ കുഡ് നോട്ട് ബിലീവ്. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. വാട്ട് ഐ ജസ്റ്റ് ഹേർഡ്. ഞാൻ എന്താണ് കേട്ടത്, ആ കേട്ട കാര്യം എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഐ ഫെൽറ്റ് ഹേർട്ട്. എനിക്ക് വേദന തോന്നി. എനിക്ക് മനോവേദന അനുഭവപ്പെട്ടു. ഐ ലുക്ക്ഡ് ഇൻ ടു ഹെർ ഐസ്. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ദർ വാസ് നോ ലവ്. സ്നേഹമില്ലായിരുന്നു. ഓൺലി ആങ്കർ.
ദേഷ്യം മാത്രമായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത്. ഐ സെഡ്, ഞാൻ പറഞ്ഞു. വേർ വിൽ ഐ ഗോ, ഞാൻ എവിടേക്ക് പോകും? ഐ ഹാവ് നോ ഹോം, എനിക്ക് വീടില്ല. ആം യുവർ മദർ, ഞാൻ നിൻ്റെ അമ്മയാണ്. ഡു നോട്ട് ത്രോ മീ ഔട്ട് ഓഫ് യുവർ ഹൗസ്. ത്രോ എന്നാൽ എറിയുക. ഡു നോട്ട് ത്രോ മീ, എന്നെ എറിയരുത്. ഔട്ട് ഓഫ് യുവർ ഹൗസ്, നിൻ്റെ വീട്ടിൽ നിന്നും എന്നെ എറിയരുത്. ബട്ട്, പക്ഷേ, ഷീ ഡിഡ് നോട്ട് കെയർ, അവൾ കേട്ടില്ല. ഷീ പോയിൻറ്റഡ് അറ്റ് ദ ഡോർ, അവൾ വാതിലിലേക്ക് വിരൽ ചൂണ്ടി. മൈ ഡോട്ടർ സെഡ്, എൻ്റെ മകൾ പറഞ്ഞു. ഐ കോൾഡ് എ നേഴ്സിംഗ് ഹോം ടുഡേ. നേഴ്സിംഗ് ഹോം എന്നാൽ വൃദ്ധസദനം. ഞാൻ ഇന്ന് ഒരു വൃദ്ധസദനത്തിലേക്ക് വിളിച്ചിരുന്നു. ദേ ഹാവ്, അവരുടെ പക്കലുണ്ട്. എ ബെഡ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബെഡ് അവരുടെ പക്കൽ ഉണ്ട്. ഇറ്റ് ഈസ് ചീപ്പ്, അത് വളരെ ചിലവ് കുറഞ്ഞതാണ്. യു മസ്റ്റ് ഗോ നൗ, നിങ്ങൾ ഇപ്പോൾ തീർച്ചയായും പോകണം. യു മസ്റ്റ് ഗോ നൗ, നിങ്ങൾ ഇപ്പോൾ തീർച്ചയായും പോകണം. ഐ സ്റ്റുഡ് അപ്പ് സ്ലോലി, ഞാൻ സാവധാനത്തിൽ എഴുന്നേറ്റു. മൈ ഹാർട്ട് ഫെൽറ്റ് ഹെവി, എനിക്ക് ദുഃഖം തോന്നി. ഐ പിക്ഡ് അപ്പ് മൈ ഓൾഡ് ബാഗ്, ഞാൻ എൻ്റെ പഴയ ബാഗ് എടുത്തു. മൈ ഹാൻഡ്സ് വേർ ഷേക്കിംഗ്, എൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. ഐ വോക്ക്ഡ് ടുവേർഡ് ദ ഡോർ, ഞാൻ ഡോർ വാതിൽ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ദെൻ ദ ഡോർ ഓപ്പൺ, ശേഷം വാതിൽ തുറന്നു. ലിദിയ വോക്ക്ഡ് ഇൻ, ലിദിയ അകത്തേക്ക് വന്നു. ഷീ ഹാഡ് ഹേർഡ് എവരിത്തിങ്, ഇതിനർത്ഥം അവൾ എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം. ഷീ ഹാഡ് ഹേർഡ്, അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. എവരിത്തിങ്, എല്ലാം അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഷീ ലുക്ക്ഡ് അറ്റ് മീ, അവൾ എന്നെ നോക്കി. ദെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ മദർ, ശേഷം അവളുടെ അമ്മയെ നോക്കി. ഹെർ ഫേസ് വാസ് ഫുൾ ഓഫ് ആങ്കർ, അവളുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. നോ മദർ, വേണ്ട അമ്മേ. ലിദിയ പറഞ്ഞു. യു കനോട്ട് ഡു ദിസ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ഷീ ഈസ് അവർ ഗ്രാൻഡ് മദർ, അമ്മ നമ്മുടെ മുത്തശ്ശിയാണ്. ഷീ കനോട്ട് ഗോ ടു എ നേഴ്സിംഗ് ഹോം, അമ്മൂമ്മ വൃദ്ധസദനത്തിലേക്ക് പോകാൻ പാടില്ല. അത് സാധിക്കുകയില്ല. ഇറ്റ് ഈസ് ക്രൂവൽ, അത് ക്രൂരതയാണ്. മൈ ഡോട്ടർ ഷൗട്ടഡ് ബാക്ക്, എൻ്റെ മകൾ തിരിച്ച് ആക്രോശിച്ചു. ലിദിയയോട് ആക്രോശിച്ചു. ഷീ സെഡ്, അവൾ പറഞ്ഞു. വി ഹാവ് നോ സ്പേസ്, നമുക്ക് ഇടമില്ല. ഷീ ഹാസ് നോ മണി, അമ്മൂമ്മയുടെ പക്കൽ പണമില്ല. ഷീ ഈസ് യൂസ്ലെസ് എന്നാൽ ഒന്നിനും കൊള്ളാത്ത എന്നുള്ള അർത്ഥമാണ്. അമ്മൂമ്മ ഒന്നിനും കൊള്ളാത്തവളാണ്. ഷീ മസ്റ്റ് ഗോ ടുഡേ, അവൾ തീർച്ചയായും ഇന്ന് പോകണം. ലിദിയ വോക്ക് ടു മീ, ലിദിയ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഷീ ഹെൽഡ് മൈ ആം, അവൾ എൻ്റെ കൈ പിടിച്ചു. ആൻഡ് ലുക്ക്ഡ് സ്ട്രൈറ്റ് അറ്റ് ഹെർ മദർ, അവൾ നേരെ അവളുടെ അമ്മയെ നോക്കി. ലിദിയ പറഞ്ഞു. ഷീ ക്യാൻ ഹാവ് മൈ റൂം, അവൾക്ക് എൻ്റെ റൂം എടുക്കാം. മുത്തശ്ശിക്ക് എൻ്റെ റൂം എടുക്കാം. ഐ വിൽ സ്ലീപ്പ് ഓൺ ദ ഫ്ലോർ, ഞാൻ തറയിൽ ഉറങ്ങും. ഞാൻ ഉറങ്ങും. ഓൺ ദ ഫ്ലോർ, തറയിൽ ഞാൻ ഉറങ്ങും. ഐ വിൽ വർക്ക് മോർ അവേഴ്സ്, ഞാൻ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യും. ഐ വിൽ ബൈ ഹെർ ഫുഡ്, അവളുടെ ഭക്ഷണം ഞാൻ വാങ്ങും. ഐ വിൽ ബൈ എന്നാൽ ഞാൻ വാങ്ങും. ഹെർ ഫുഡ്, അവളുടെ അമ്മൂമ്മക്കുള്ള ഭക്ഷണം ഞാൻ വാങ്ങും. ഷീ വിൽ സ്റ്റേ വിത്ത് മീ, അമ്മൂമ്മ എൻ്റെ കൂടെ താമസിക്കും. ദ റൂം ബിക്കെയിം സൈലൻറ്റ്, റൂം മൗനത്തിലായി. റൂം നിശബ്ദമായി. മൈ ഡോട്ടർ സ്റ്റേയർഡ് അറ്റ് ലിദിയ, എൻ്റെ മകൾ ലിദിയയെ തുറിച്ചു നോക്കി. ഷീ വാസ് ഷോക്ക്ഡ്, അവൾ ഞെട്ടിത്തരിച്ചു. ഐ സ്റ്റേയർഡ് അറ്റ് ലിദിയ, ഞാൻ ലിദിയയെയും മീച്ചു നോക്കി. ഐ സ്റ്റേയർഡ് അറ്റ് ലിദിയ ടു. ടീയേഴ്സ് ഫിൽഡ് മൈ ഐസ്, എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ വന്നു. ഷീ ലവ്ഡ് മീ, അവൾ എന്നെ സ്നേഹിച്ചിരുന്നു. ട്രൂലി ലവ്ഡ് മീ, ശരിക്കും എന്നെ സ്നേഹിച്ചിരുന്നു. നോട്ട് മൈ മണി, എൻ്റെ പണത്തെയല്ല. ജസ്റ്റ് മീ, എന്നെ മാത്രം. ഐ സ്മൈൽഡ്, ഞാൻ പുഞ്ചിരിച്ചു. ഐ പുട്ട്, ഞാൻ വച്ചു. മൈ ഓൾഡ് സ്യൂട്ട് കേസ് ഓൺ ദ ടേബിൾ, എൻ്റെ പഴയ തുകൽപ്പെട്ടി ഞാൻ മേശക്ക് മുകളിൽ വച്ചു. എവരി വൺ ലുക്ക്ഡ് അറ്റ് ഇറ്റ്, എല്ലാവരും അതിലേക്ക് നോക്കി. ഇറ്റ് ലുക്ക്ഡ് ഓൾഡ്, അത് പഴയതായിട്ട് കാണപ്പെട്ടിരുന്നു. ഇറ്റ് ലുക്ക് ഡേർട്ടി, ഡേർട്ടി എന്നാൽ വൃത്തിയില്ലാത്ത, അത് വൃത്തിയില്ലാത്തതായിട്ട് കാണപ്പെട്ടിരുന്നു. ഇറ്റ് ലുക്ക് വേർത്ത്ലെസ് എന്നാൽ മൂല്യമില്ലാത്ത, അത് മൂല്യമില്ലാത്തതായിട്ടും കാണപ്പെട്ടിരുന്നു. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ലിദിയ, ഓപ്പൺ ദിസ് ബാഗ്, ഈ സഞ്ചി തുറക്കുക. ഐ ഹാവ് സംതിങ് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ പക്കൽ
എന്തോ ഒന്ന് ഉണ്ട്. ഐ ഹാവ് എൻ്റെ പക്കലുണ്ട്. സംതിങ് ഫോർ യു എൻ്റെ പക്കൽ നിനക്കായിട്ട് എന്തോ ഉണ്ട്. ഇറ്റ് ബിലോങ്സ് ടു യു നൗ ഇത് ഇപ്പോൾ നിൻ്റേതാണ്. ഇറ്റ് ബിലോങ്സ് ടു യു ഇത് ഇപ്പോൾ നിൻ്റേതാണ്. ലിദിയ ഓപ്പൺ ദ ബാഗ് ലിദിയ സഞ്ചി തുറന്നു. ഹർ ഐസ് ഗ്രൂ വൈഡ് അവളുടെ കണ്ണുകൾ വിശാലമായി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മൈ ഡോട്ടർ ഗ്യാസ്പ് എന്നാൽ ശ്വാസം മുട്ടുക എന്നുള്ള അർത്ഥം. ശ്വാസം വലിക്കുക. എൻ്റെ മകൾ അതിശയിച്ച് ശ്വാസം പിടിച്ചു. ദ ബാഗ് വാസ് നോട്ട് ഫുൾ ഓഫ് ക്ലോത്ത്സ് ആ സഞ്ചിയിൽ മുഴുവൻ വസ്ത്രങ്ങളായിരുന്നില്ല. ഇറ്റ് വാസ് ഫുൾ ഓഫ് മണി അതിൽ മുഴുവൻ പണമായിരുന്നു. സ്റ്റാക്സ് ഓഫ് മണി പണത്തിൻ്റെ കൂമ്പാരം. ദർ വേർ ഗോൾഡ് വാച്ച് അതിൽ സ്വർണ്ണ വാച്ചുകൾ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ് പ്രധാനപ്പെട്ട പേപ്പറുകൾ. ഇറ്റ് വാസ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് അതിൽ മില്യൺ കണക്കിന് ഡോളറുകളായിരുന്നു. മൈ ഡോട്ടർ റാൻ ക്ലോസർ എൻ്റെ മകൾ അടുത്തേക്ക് ഓടി വന്നു. ഷീ റീച്ച്ഡ് ഫോർ ദ മണി അവൾ പണത്തിന് വേണ്ടിയിട്ട് എത്തി. പണം എടുക്കാൻ വേണ്ടി അവൾ വന്നു. മൈ ഡോട്ടർ സെഡ് എൻ്റെ മകൾ പറഞ്ഞു. ഓ മദർ അമ്മേ യു ഹാവ് മണി നിങ്ങളുടെ പക്കൽ പണമുണ്ട്. യു ആർ റിച്ച് നിങ്ങൾ സമ്പന്നയാണ്. ഇറ്റ് വാസ് ഓൾ എ ജോക്ക് ഇതെല്ലാം മുമ്പ് ചെയ്തതെല്ലാം തമാശയായിരുന്നു. യു ക്യാൻ സ്റ്റേ ഹിയർ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. വി ലവ് യു സോ മച്ച് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഐ ക്ലോസ്ഡ് ദ ബാഗ് ക്വിക്ക്ലി ഞാൻ പെട്ടെന്ന് സഞ്ചി അടച്ചു. ഐ പുൾഡ് ഇറ്റ് അവേ ഫ്രം ഹെർ ഞാൻ അത് അവളുടെ അടുക്കൽ നിന്നും വലിച്ചെടുത്തു. ഐ ലുക്ക്ഡ് അറ്റ് മൈ ഡോട്ടർ ഞാൻ എൻ്റെ മകളെ നോക്കി. മൈ ഐസ് ടേൺ കോൾഡ് എൻ്റെ കണ്ണുകൾ ദേഷ്യത്തിലായി. എനിക്ക് ദേഷ്യം വന്നു. ഐ വാസ് നോട്ട് ദ വീക്ക് ഓൾഡ് വുമൺ എനി മോർ ഞാൻ പ്രായം ചെന്ന ക്ഷീണിച്ച സ്ത്രീയല്ല. ഐ ആം നോട്ട് ദ വീക്ക് ഓൾഡ് വുമൺ എനി മോർ ഞാൻ ഒട്ടും തന്നെ ക്ഷീണിച്ച പ്രായം ചെന്ന സ്ത്രീയല്ല. ഐ സെഡ് ഞാൻ പറഞ്ഞു. നോ ഇല്ല. യു ഡു നോട്ട് ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്നില്ല. യു ലവ് ദിസ് ബാഗ് നീ ഈ സഞ്ചിയെ സ്നേഹിക്കുന്നു. യു ഫെയിൽഡ് അറ്റ് ദ ടെസ്റ്റ് പരീക്ഷയിൽ നീ തോറ്റു. പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ടു. ഐ ഡിഡ് നോട്ട് ലൂസ് മൈ മണി എനിക്ക് എൻ്റെ പണം നഷ്ടമായിട്ടില്ല. ഐ സ്റ്റിൽ ഹാഡ് എവരിത്തിങ് എൻ്റെ പക്കൽ ഇപ്പോഴും എല്ലാം ഉണ്ട്. ബട്ട് ഐ വാസ് സെർച്ചിങ് ഫോർ എ ഹാർട്ട് പക്ഷെ ഞാൻ ഒരു നല്ല സ്നേഹമുള്ള ഹൃദയം ഞാൻ തിരയുകയായിരുന്നു. എ റിയൽ ഹാർട്ട് ഒരു ശരിക്കുമുള്ള ഹൃദയം ശരിയായിട്ടുള്ള ഹൃദയം. ഐ ടേൺ ടു ലിദിയ ഞാൻ ലിദിയയെ നോക്കി. ഐ ടുക്ക് ഹെർ ഹാൻഡ് ഞാൻ അവളുടെ കൈ പിടിച്ചു. ഐ പ്ലേസ്ഡ് ഞാൻ വച്ചു ദ സ്യൂട്ട് കേസ് ഇൻ ഹെർ ആംസ് അവളുടെ കൈകളിലേക്ക് ഞാൻ എൻ്റെ തുകൽപ്പെട്ടി വച്ചു. ടിയേഴ്സ് ഫിൽഡ് ഹെർ ഐസ് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ ഒഴുകി. ഐ സെഡ് ഞാൻ പറഞ്ഞു. ലിദിയ ദിസ് ഈസ് ഫോർ യു ഇത് നിനക്കുള്ളതാണ്. യു ആർ ദ ന്യൂ ബോസ് ഓഫ് മൈ കമ്പനി നീയാണ് എൻ്റെ കമ്പനിയിലെ പുതിയ മുതലാളി. യു ഹാവ് എ ഗുഡ് ഹാർട്ട് നിനക്കൊരു നല്ല ഹൃദയമുണ്ട്. യു പാസ് ദ ടെസ്റ്റ് പരീക്ഷണത്തിൽ നീ വിജയിച്ചു. ഐ ലെഫ്റ്റ് ദാറ്റ് സ്മോൾ ഹൗസ് വിത്ത് ലിദിയ ഞാൻ അവിടം വിട്ടു പോയി. ദാറ്റ് സ്മോൾ ഹൗസ് വിത്ത് ലിദിയയുടെ കൂടെ ഞാൻ ആ ചെറിയ വീട് വിട്ടു പോയി. വി വെൻറ്റ് ബാക്ക് ടു മൈ ബിഗ് ഹൗസ് ഞങ്ങൾ തിരിച്ചു പോയി. ടു മൈ ബിഗ് ഹൗസ് എൻ്റെ വലിയ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയി. മൈ ഡോട്ടർ എൻ്റെ മകൾ സ്റ്റുഡ് ഇൻ ദ സ്ട്രീറ്റ് എൻ്റെ മകൾ തെരുവിൽ നിന്നു. ആൻഡ് ക്രൈഡ് തെരുവിൽ നിന്നുകൊണ്ട് കരഞ്ഞു. ഷീ വാസ് ഷോക്ക്ഡ് അവൾ ഞെട്ടിത്തരിച്ചു. ഷീ ലോസ്റ്റ് എവരിത്തിങ് അവൾക്ക് എല്ലാം നഷ്ടമായി. ബിക്കോസ് ഓഫ് ഹെർ ഗ്രീഡ് അവളുടെ ആർത്തി കൊണ്ട് അവൾക്ക് എല്ലാം നഷ്ടമായി. ലിദിയ ഈസ് ദ ബോസ് നൗ ലിദിയ ഇപ്പോൾ മുതലാളിയാണ്. ഷീ സ്മാർട്ട് അവൾ സമർത്ഥയാണ്. ഷീ ഈസ് കൈൻഡ് അവൾ അനുകമ്പയുള്ളവളാണ്. ഷീ വർക്ക്സ് ഹാർഡ് അവൾ കഠിനമായി ജോലി ചെയ്യുന്നു. ഐ ലിവ് ഇൻ മൈ ഹൗസ് വിത്ത് ഹെർ ഞാൻ അവളുടെ കൂടെ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ഐ ആം വെരി ഓൾഡ് എനിക്ക് വളരെ പ്രായമുണ്ട്. പക്ഷേ നൗ ഐ ആം ട്രൂലി ഹാപ്പി ഞാൻ സത്യത്തിൽ ഇപ്പോൾ സന്തോഷവതിയാണ്. ഇൻ ദി എൻഡ് അവസാനം ഐ ഫൗണ്ട് റിയൽ ലവ് ശരിയായിട്ടുള്ള സ്നേഹം ഞാൻ കണ്ടെത്തി. ഐ ലവ് യു ലിദിയ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ട്രൂ ലവ് ശരിയായിട്ടുള്ള സ്നേഹം കനോട്ട് ബി ബോട്ട് അത് വാങ്ങാൻ സാധിക്കുകയില്ല. വിത്ത് മണി പണം കൊണ്ട് ശരിയായിട്ടുള്ള സ്നേഹം വാങ്ങാൻ സാധിക്കുകയില്ല. കൈൻഡ്നെസ് ആൻഡ് എ ഗുഡ് ഹാർട്ട് ആർ മോർ വാല്യുബിൾ ദാൻ വെൽത്ത് കൈൻഡ്നെസ് ആൻഡ് ഗുഡ് ഹാർട്ട് നല്ല ഹൃദയവും അനുകമ്പയും
ആർ മോർ വാല്യുബിൾ ദാൻ വെൽത്ത്. പണത്തേക്കാൾ മൂല്യമുള്ളതാണ് നല്ല ഹൃദയവും അനുകമ്പയും. ശരിയായിട്ടുള്ള സ്നേഹം പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കുകയില്ല.